ജുഫ്രി തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി യാത്രയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സമവായമായിരിക്കുന്നു. നാസർ ഫൈസി കൂടത്തായിയെ യാത്രയുടെ അസിസ്റ്റന്റ് ഡയറക്ടറാക്കിയാണ് ലീഗ് അനുകൂല വിഭാഗത്തെ അനുനയിപ്പിച്ചത്. സാദിഖ് അലി തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഹാരിസ് ബീരാൻ MP യാത്രയിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ പാണക്കാട് തങ്ങൾമാരും യാത്രയിൽ പങ്കെടുക്കും. വി എസ് സുജിത്ത്, പാണക്കാട് നിന്ന് യാത്ര തുടങ്ങാത്തതിലുള്ള ഒരു അതൃപ്തിയാണ് ലീഗ് അനുകൂല വിഭാഗം പ്രകടിപ്പിച്ചത്. പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ കന്യാകുമാരിയിൽ യാത്ര ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ യാത്രയിൽ ഹാരിസ് ബീരാൻ MP പങ്കെടുത്തു. നാസർ ഫൈസി കൂടത്തായി അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്നു. അപ്പോൾ അങ്ങനെ സമസ്ത ലീഗ് തർക്കം, ഈ ശതാബ്ദി യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാത്രാ തർക്കം അവസാനിക്കുകയാണോ, സമവായത്തിലേക്ക് എത്തുകയാണോ? ഡോക്ടർ, ഒരു താൽക്കാലിക സമവായം ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ലീഗ് അനുകൂല വിഭാഗത്തിൽ നിന്ന് നാസർ ഫൈസി കൂടത്തായിയെ ഈ യാത്രയുടെ അസിസ്റ്റന്റ് ഡയറക്ടറാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ രാവിലെ തന്നെ നമ്മൾ വാർത്ത കൊടുത്തിരുന്നു അങ്ങനെ ഒരു നീക്കം നടക്കുന്നതായി. ഇന്നലെ വൈകിട്ടോടുകൂടി സമസ്ത തന്നെ ആ കാര്യം സ്ഥിരീകരിക്കുകയും നാസർ ഫൈസി കൂടത്തായി വേദിയിലെത്തുകയും ചെയ്തു. മാത്രവുമല്ല, ലീഗിന്റെ നിർദ്ദേശപ്രകാരം ഹാരിസ് ബീരാൻ MP നേരിട്ട് അവിടെ എത്തുകയും അദ്ദേഹം പ്രസംഗത്തിൽ എടുത്തു പറയുകയും ചെയ്തു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർബന്ധിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം പ്രത്യേകം നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ പാണക്കാട്ട് തങ്ങന്മാർ വരും ദിവസങ്ങളിൽ ഈ സന്ദേശയാത്രയിൽ പങ്കാളികളാകും എന്ന് നാസർ ഫൈസി കൂടത്തായി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു തർക്കമായി നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സന്ദേശയാത്രയുടെ പതാക കൈമാറ്റം എവിടെ നിന്നാവണം എന്നതിനെക്കുറിച്ചായിരുന്നു തർക്കം. അലിക്കുട്ടി മുസ്ലിയാരുടെ വീട്ടിൽ നിന്നാണ് ഈ പതാക കൈമാറ്റം നടത്തിയത്. പക്ഷേ അത് പാണക്കാട്ട് നിന്ന് വേണം എന്ന് ലീഗ് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. അങ്ങനെ ആ ആവശ്യം സമസ്ത നിരാകരിച്ചു എന്ന് പറയുന്നു. എന്നാൽ പാണക്കാട്ട് നിന്ന് ആവാം എന്നൊരു ഓഫർ നേരത്തെ കൊടുത്തിരുന്നു, അത് പാലിച്ചില്ല എന്നുള്ളതാണ് ലീഗ് അനുകൂല വിഭാഗം പറയുന്നത്. ഏതായാലും പതാക കൈമാറ്റമായിരുന്നു തർക്കത്തിന്റെ അടിസ്ഥാനം. ആ തർക്കം വിട്ടുകൊണ്ട് ഇപ്പോൾ യാത്ര പകുതി എത്തുമ്പോൾ എറണാകുളം വിട്ട് തൃശ്ശൂരിലേക്ക് കടക്കുമ്പോഴേക്കും ലീഗ് അനുകൂല വിഭാഗവുമായിട്ടൊരു സമവായത്തിൽ എത്തി നിൽക്കുകയാണ് സമസ്ത. ഇനി മലബാറിലേക്ക് എത്തുമ്പോഴേക്കും ഈ സമസ്തയുടെ കൂടുതൽ കരുത്തുള്ള കേന്ദ്രങ്ങളിലാണ്. അവിടെയൊക്കെ ലീഗിന്റെ നേതാക്കന്മാർ കൂടി പ്രാസംഗികരായി എത്തും. ലീഗ് അനുകൂലികളായിട്ടുള്ള അബ്ദുൾ സമദ് പൂക്കോട്ടൂരിനെ പോലുള്ള ആളുകൾ, അത്തരത്തിലുള്ള സമസ്ത നേതാക്കന്മാരൊക്കെ പ്രാസംഗികമാരെ എത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയാനുള്ളത്. സമസ്തയിലുള്ള ഷജറകൾ എന്നറിയപ്പെടുന്ന സമസ്താവാദികൾ അവരെത്രത്തോളം ലീഗ് അനുകൂലികളോട് സഹകരിക്കും എന്നുള്ളതും അറിയണം. താങ്ക് യു. വി എസ് സുജിത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു സിനിമയുടെ ക്ലൈമാക്സിനെ വെല്ലുന്ന ഒരു രംഗം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ കണ്ടുകിട്ടും. അതായത് മരണം ഇങ്ങനെ